ഖുർആൻ ക്ലാസ്സിൽ ആലു ഇമ്രാനിലെ 89 വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പറഞ്ഞ് തീർത്തത്. 90ാമത്തെ വാക്യം വായിക്കാം. വിശ്വസിച്ചതിന് ശേഷം അവിശ്വാസികളായി മാറുകയും അവിശ്വാസം കൂടിക്കൂടി വരികയും ചെയ്ത വിഭാഗത്തിൻ്റെ പശ്ചാത്താപം ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല. അവരത്രേ വഴിപിഴച്ചവർ. കഴിഞ്ഞ വാക്യത്തിൽ വിശ്വസിച്ചു എന്നിട്ട് പിന്നെ തിരിച്ചുപോയി വീണ്ടും പശ്ചാത്തപിച്ച് ഇങ്ങോട്ട് തന്നെ മടങ്ങി വന്നാൽ അവർക്ക് പുറത്തു കൊടുക്കും എന്ന വാക്യമാണ് നമ്മൾ വിശദീകരിച്ചത്. അതിൻ്റെ സന്ദർഭവും നമ്മൾ പറയുകയുണ്ടായി. ചില ആൾക്കാർ മദീനയിൽ നിന്ന് മുഹമ്മദിൻ്റെ കൂടെ കൂടി, പക്ഷേ പിന്നീട് മതവിശ്വാസം നഷ്ടപ്പെട്ട് അവർ തിരിച്ചു പോയപ്പോൾ അവർക്കെതിരെ കടുത്ത ഭീഷണിയുമായിട്ട് ആയത്തുകൾ ഇറക്കി. അവരൊരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറക്കി. അവരതിൽ തന്നെ തുടരും എന്നൊക്കെ പറഞ്ഞ് ആ ആയത്ത് അവരെ ഓതി കേൾപ്പിച്ചപ്പോൾ പേടിച്ചിട്ട് വീണ്ടും അവർ ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് അവർ മാപ്പപേക്ഷിച്ചു. അപ്പോൾ അള്ളാഹു വീണ്ടും ആയത്തിറക്കിയിട്ട് അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന തമാശയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. ഇത് മറ്റൊരു സന്ദർഭമാണ്. ഇതേപോലെ തന്നെ ആദ്യം ഇസ്ലാമായി, പിന്നെ തിരിച്ചുപോയി, വീണ്ടും ഇസ്ലാമിലേക്ക് വന്നു, പിന്നെയും തിരിച്ചുപോയി. അങ്ങനെ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിച്ചിരുന്നു. അങ്ങനെ വീണ്ടും മാറി തിരിച്ചു പോയ ആൾക്കാരെ കുറിച്ചാണ് ഈ പറയുന്നത്. അതിൻ്റെ ചില ഉദാഹരണങ്ങളൊക്കെ തഫ്സീറുകളിൽ കാണാം. വിശ്വസിച്ചതിന് ശേഷം അവിശ്വാസികളായി മാറുകയും അവിശ്വാസം കൂടിക്കൂടി വരികയും ചെയ്ത വിഭാഗത്തിൻ്റെ പശ്ചാത്താപം ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല. അവരത്രയും വഴിപിഴച്ചവർ. അപ്പോൾ അവർക്കൊരിക്കലും പുറത്തു കൊടുക്കില്ല. അവരിനി മരിക്കാൻ കാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞു വന്നാലും തൗബ ചെയ്താലും അതൊന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ത്യശാസനം നൽകുകയാണ് അവർക്ക്. ഇതിന് പശ്ചാത്തലമായിട്ട് പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ചില തഫ്സീറുകളിൽ പറയുന്നത് ഇത് ജൂതമതക്കാരെക്കുറിച്ചാണ്. ജൂതന്മാരാദ്യം മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാൻ തയ്യാറായിരുന്നു, പിന്നെ അവർ തിരിഞ്ഞുകുത്തിപ്പോയി, അവരെയാണ് ഉദ്ദേശിക്കുന്നത്. വേറെ ചിലർ പറയുന്നത് ജൂതമതത്തിൽ നിന്ന് ക്രിസ്തു വന്നപ്പോൾ ക്രിസ്തുവിനെ വിശ്വസിക്കാൻ തയ്യാറാവാതെ ജൂതമതത്തിൽ ഉറച്ചു നിന്ന ജൂതന്മാരെക്കുറിച്ചാണ്. പിന്നീട് ക്രിസ്തുമതം വന്ന് ഇസ്ലാം മതം വന്നപ്പോൾ ഇസ്ലാം സ്വീകരിക്കാതെ ക്രിസ്തുമതത്തിൽ ഉറച്ചു നിന്ന ക്രിസ്ത്യാനികളെക്കുറിച്ചാണ് എന്നൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മുർത്തദായി മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു പോയ ചില ആൾക്കാരുണ്ടായിരുന്നു. അവരവിടെ പോയിട്ട് മുഹമ്മദിനിട്ട് പണി കൊടുത്തുകൊണ്ടിരുന്നു. അവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, മുഹമ്മദിൻ്റെ കാലത്ത് തന്നെ മുഹമ്മദിൻ്റെ കൂടെ കൂടിയ ആളുകളിൽ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരുന്നു. കുറേ പേര് വിശ്വാസികളായി കൂടെ കൂടി, പിന്നീട് അവർ തിരിച്ച് പഴയ വിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോയി. പിന്നെ അവരെ ഭീഷണിപ്പെടുത്തി മറ്റു പലതരത്തിലും പ്രലോഭിപ്പിച്ചപ്പോൾ അവർ വീണ്ടും തിരിച്ചിങ്ങോട്ട് വന്നു, പിന്നെയും തിരിച്ച് അങ്ങോട്ട് പോയി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കരുതുന്നത് പോലെ മുഹമ്മദിനെ ഒരു വലിയ എന്തോ സംഭവമായിട്ടൊന്നും മുഹമ്മദിൻ്റെ കൂടെ കൂടിയ അന്നത്തെ ആളുകൾ കരുതിയിരുന്നില്ല എന്നും, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും മുഹമ്മദിൻ്റെ കൂടെ കൂടിയ കുറച്ച് ആളുകളല്ലാതെ മുഹമ്മദ് പ്രവാചകനാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് കൂടെ കൂടിയിരുന്നവരൊന്നും കാര്യമായി ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇതിൻ്റെയൊക്കെ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അടുത്ത ഒരു വാക്യത്തിൻ്റെ സന്ദർഭവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൂടുതൽ വ്യക്തമായ തെളിവുകൾ വരാൻ പോകുന്നു. സന്ദർഭ വിവരണമായിട്ട് ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇബ്നു അബ്ബാസ് സെഡ് that some people embraced Islam, reverted to disbelief, became Muslims again, then reverted from Islam. They sent their people inquiring about this matter and they asked the messenger of Allah. On that this ayah was revealed. അപ്പോൾ ഇങ്ങോട്ട് ചാടി, പിന്നെ അങ്ങോട്ട് തന്നെ ചാടി, വീണ്ടും ഇങ്ങോട്ട് തന്നെ ചാടി, പിന്നെയും ഇങ്ങോട്ട് തന്നെ ചാടി, അങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരുന്ന ആളുകളെക്കുറിച്ചാണ് ഈ പറഞ്ഞത് എന്നർത്ഥം. 91. അവിശ്വസിക്കുകയും അവിശ്വാസികളായിക്കൊണ്ട് മരിക്കുകയും ചെയ്തവരിൽപ്പെട്ട ഒരാൾ ഭൂമി നിറയെ സ്വർണം പ്രായശ്ചിത്തമായി നൽകിയാൽ പോലും അത് സ്വീകരിക്കപ്പെടുന്നതല്ല. അവർക്കാണ് വേദനയേറിയ ശിക്ഷയുള്ളത്. അവർക്ക് സഹായികളായി ആരും ഉണ്ടായിരിക്കുന്നതുമല്ല. ഇനി അവിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരുടെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഈ 91ാം വാക്യത്തിൽ വായിച്ചത്. അതിൻ്റെ സന്ദർഭം ഇങ്ങനെയാണ്. ദിസ് വാസ് റിവീൽഡ് അബൌട്ട് 10 hypocrites, namely Tu'uma and his companions, who left Medina to Mecca as apostates from their religion, Islam. Some of them died as apostates, some were killed
while some later returned to the fold of Islam. ഇവിടെ 10 പേര്, തൂമാൻ്റെ നേതൃത്വത്തിലുള്ള 10 പേര് മദീനയിൽ നിന്ന് ഇസ്ലാം ഉപേക്ഷിച്ച് മുർത്തദായി മക്കയിലേക്ക് തിരിച്ചുപോയി എന്നാണ്. അതിൽ ചില ആൾക്കാർ മുർത്തദായി തന്നെ മരിച്ചു, ചില ആൾക്കാർ പിന്നീടുള്ള യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടു, ചില ആൾക്കാർ ഇസ്ലാമിലേക്ക് തിരിച്ചു വരികയും ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ആ 10 പേര് ഒരുമിച്ച് കൂട്ടത്തോടെ വിട്ടുപോയതിനെക്കുറിച്ചാണ് ഈ 91-ാം വാക്യത്തിൽ പറഞ്ഞത് എന്നാണ് ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിൽ എഴുതി വച്ചിട്ടുള്ളത്. ഇപ്പോൾ നോക്കൂ നിങ്ങളെ, എത്ര ആൾക്കാരായിരുന്നു മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ നിന്ന് ഇസ്ലാം ഉപേക്ഷിച്ച് ആ സമയത്ത് തന്നെ പോയിക്കൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് എന്നതിൻ്റെ കാരണം ഇനി തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ ജൂതന്മാരുടെ മുമ്പിൽ മുഹമ്മദിന് നന്നായി യമണ്ടൻ പണി കിട്ടിയ ഒരു സംഭവമുണ്ട്. അതുപോലെ ജൂതന്മാരുടെ മുമ്പിൽ മുഹമ്മദ് ഉത്തരം മുട്ടിയത് കണ്ട് മുഹമ്മദിൻ്റെ പ്രവാചകത്വം പൊള്ളയാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും മറ്റുമാണ് ഈ ആളുകളെല്ലാം തിരിച്ചു പോയിക്കൊണ്ടിരുന്നത്. അത് അടുത്ത വാക്യത്തിൽ നമുക്കതിൻ്റെ കോമഡി കാണാം. അവിശ്വസിക്കുകയും അവിശ്വാസികളായിക്കൊണ്ട് മരിക്കുകയും ചെയ്തവരിൽപ്പെട്ട ഒരാൾ ഭൂമി നിറയെ സ്വർണം പ്രായശ്ചിത്തമായി നൽകിയാൽ പോലും അത് സ്വീകരിക്കപ്പെടുന്നതല്ല. മക്കയിലുണ്ടായിരുന്ന ചില പ്രമാണിമാർ വളരെ ഉദാരശീലരും ദാനശീലരും ഒരുപാട് പുണ്യം ചെയ്യുന്നവരുമായിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അവരുടെ പുണ്യങ്ങളൊന്നും ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിൽ ഒരു ഫലവും ഉണ്ടാവില്ല എന്ന് മുമ്പും പല തവണ ഈ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആവർത്തിച്ച് പറയുന്നതാണിത്. ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന ആളാരാണ് എന്ന് ഇബ്നു കസീറിൻ്റെ തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട്. ദ പ്രോഫറ്റ് വാസ് ആസ്ക്ഡ് അബൌട്ട് അബ്ദുല്ല ഇബ്നു ജുദ്വാൻ ഹു യൂസ്ഡ് ടു ബി ജനറസ് ടു ഗെസ്, helpful to the indebted, and who gave food to the poor. Will all that benefit him? The prophet said, no, for not even one day during his life did pronounce, O my Lord, forgive my sins on the day of judgment. ഇവിടെ അബ്ദുല്ലാഹ് ഇബ്നു ജുദ്വാൻ എന്ന് പറയുന്ന മക്കയിലുണ്ടായിരുന്ന ഒരു പ്രമാണി, ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് പല സന്ദർഭങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട്. അയ്യൂബുമായുള്ള സംവാദത്തിലും ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. ഈ അബ്ദുല്ലാഹ് ഇബ്നു ജുദ്വാൻ എന്ന് പറയുന്ന ആൾ വളരെ ഉദാരശീലനായിരുന്നു. ഒരുപാട് അടിമകളെ മോചിപ്പിച്ചിരുന്ന ആളാണ്. അടിമകളെ ആയി പിടിക്കപ്പെട്ട ആളുകളെ, യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ട ആളുകളെ മോചിപ്പിക്കാൻ സാമ്പത്തിക സഹായം ചെയ്തിരുന്ന ആളാണ്. കണ്ടമാനം ദാനം ചെയ്തിരുന്ന ആളാണ്. ആ നാട്ടിലെല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന, വളരെയധികം പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഈ അബ്ദുല്ലാഹ് ഇബ്നു ജുദ്വാൻ. അദ്ദേഹത്തിൻ്റെ പുണ്യകർമ്മങ്ങളെക്കുറിച്ച് മുഹമ്മദിനോട് അനുയായികൾ ചോദിച്ചപ്പോൾ അതിന് ഉത്തരമായിട്ടാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് പറയുന്നത്. ഭൂമിയോളം സ്വർണം അവർ ചെലവഴിച്ചാലും ശരി, അള്ളാഹുവിൽ വിശ്വസിക്കാതെ, മുഹമ്മദിൽ വിശ്വസിക്കാതെ, ഇസ്ലാം സ്വീകരിക്കാതെ അവരുടെ പുണ്യം കൊണ്ടൊന്നും യാതൊരു ഫലവും കിട്ടില്ല. അവർ നരകത്തിൽ വിറകായിട്ട് കത്തിപ്പോകുമെന്നാണ് ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നത്. അത് തന്നെയാണ് 91-ാം വാക്യത്തിലും പറയുന്നത്. ഈ അബ്ദുല്ലാഹ് ഇബ്നു ജുദ്വാനെക്കുറിച്ച് മുമ്പ് പരാമർശിച്ചു എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും. ബിലാൽ എന്ന് പറയുന്ന അടിമയുടെ ഉടമസ്ഥനായിരുന്നു ഈ അബ്ദുല്ലാഹ് ഇബ്നു ജുദ്വാൻ. അങ്ങനെയാണ് ബിലാലിനെ പാട്ടിലാക്കിക്കൊണ്ട് അബൂബക്കറും മുഹമ്മദും ബിലാലിനെ കഅബയിലേക്ക് അവിടുത്തെ വിഗ്രഹങ്ങളുടെ തലയിൽ തൂറാനായിട്ട് പറഞ്ഞയക്കുന്നു. അങ്ങനെ ബിലാൽ പോയി കഅബയിലെ പ്രധാനപ്പെട്ട ദൈവങ്ങളുടെ മുഴുവൻ തലയിൽ മലവിസർജനം നടത്തി. അത് പിടിക്കപ്പെട്ടു. പിടിച്ച ഉടനെ ബിലാലിനെ അവിടെ ഉണ്ടായിരുന്ന മക്കാർ തല്ലിക്കൊല്ലുമെന്നല്ല ചെയ്തത്. അവർ നേരെ ഉടമസ്ഥനായ അബ്ദുല്ലാഹ് ഇബ്നു ജുദ്വാൻ്റെ അടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് ഇവനിങ്ങനെ വൃത്തികേട് കാണിച്ചിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ജുദ്വാൻ 100 ഒട്ടകങ്ങളെയാണ് അപ്പോൾ തന്നെ എടുത്തു കൊടുത്തത്. ഈ കഅബയിലെ ശുദ്ധിയാക്കാനും പരിഹാരക്രിയ ചെയ്യാനും ബലിയർപ്പിക്കാനുമായിട്ട് 100 ഒട്ടകങ്ങളെ ദാനം ചെയ്തുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു ജുദ്വാൻ ഈ ബിലാലിനെ മക്കാർക്ക് വിട്ടുകൊടുത്തു. നിങ്ങൾ കൊണ്ടുപോയിട്ട് അവനെ എന്താ വേണ്ടത് ചെയ്തോളൂ, നിങ്ങളവനെ പൂസിക്കുമോ എന്ന് പറഞ്ഞിട്ട് അവരെ തല്ലാനായിട്ട് വിട്ടുകൊടുത്തു. അങ്ങനെയാണ് അവർ കയ്യും കാലും കെട്ടിയിട്ട് മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് ബിലാലിനെ തല്ലി. ഈ തല്ല് കണ്ടുകൊണ്ട് മുഹമ്മദ് അതുവഴി വന്നു. മുഹമ്മദ് ഉടനെ അബൂബക്കറിനെ വിവരം അറിയിച്ചു. അബൂബക്കർ കുറച്ച് സ്വർണം കൊണ്ടുവന്നിട്ട് ബിലാലിനെ പൈസ കൊടുത്ത് വാങ്ങി അങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി എന്നുള്ളതാണ് കഥ. ഞാനിത് അയ്യൂബിൻ്റെ സംവാദത്തിലും ഇതിനു മുമ്പുള്ള സന്ദർഭങ്ങളിലും പരാമർശിക്കാൻ കാരണം ഈ സംഭവത്തിൻ്റെ പകുതി ഭാഗം, അതായത് ബിലാലിനെ കൊണ്ടുപോയി ടോർച്ചർ ചെയ്തു, തല്ലി എന്നുള്ള കാര്യം, ക്രൂരമായി മർദ്ദിച്ചു എന്ന കാര്യം ഭയങ്കര വൈകാരികമായിട്ട് ഇവിടുത്തെ മതപണ്ഡിതന്മാരൊക്കെ വയത് പറയുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ട്.
പക്ഷേ എന്തിനാണ് തല്ലിയത് എന്ന കാര്യം ഒറ്റ കുട്ടി മിണ്ടാറില്ല. അത് കിതാബിലുണ്ട്, പക്ഷെ അവരാരും മിണ്ടൂല. കാരണം അത്രയും വലിയ വൃത്തികേട് ചെയ്തിട്ടും അവരതേ ചെയ്തുള്ളൂ എന്നുള്ളതാണ് അതിലൂടെ പുറത്തു വരുന്നത്. അവനെ അവിടെ ഇട്ട് തല്ലിക്കൊല്ലുന്നതിന് പകരം ഉടമസ്ഥൻ്റെ അടുത്ത് കൊണ്ടുപോയി പരാതി പറയുകയും ഉടമസ്ഥൻ അതിന് പരിഹാരം ചെയ്യുകയും എന്നിട്ട് ഉടമസ്ഥൻ അനുവാദത്തോടു കൂടി അവനെ മർദ്ദിക്കുകയുമാണ് ചെയ്തത്. ഈ കാര്യം മറച്ചു വെച്ചുകൊണ്ട് ബിലാൽ തൗഹീദിന് വേണ്ടി വലിയ ത്യാഗം ചെയ്തു എന്ന കഥ ഇവിടെ പ്രചരിപ്പിക്കാറുണ്ട്. ഈ കാര്യമാണ് ഞാൻ ഇതിനു മുമ്പും പരാമർശിച്ചിട്ടുള്ളത്. ആ അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ്റെ പുണ്യകർമ്മങ്ങളെക്കുറിച്ച് പ്രവാചകനോട് ചോദ്യം ചോദിച്ചപ്പോഴാണ് ഒരു കാര്യമില്ല, ഭൂമിയോളം സ്വർണം ചെലവാക്കിയിട്ട് ഒരു കാര്യമില്ല, ഓൻ ഇസ്ലാം വിശ്വസിക്കാത്തതുകൊണ്ട് നരകത്തിൽ വിറകായിരിക്കും എന്ന് ആയത്തിറങ്ങിയത്. ഇനി 92-ാമത്തെ വാക്യം, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവില്ല. നിങ്ങൾ ഏതൊരു വസ്തു ചെലവഴിക്കുന്നതായാലും തീർച്ചയായും അള്ളാഹു അതിനെപ്പറ്റി അറിയുന്നവനാകുന്നു. ഇത് മുഹമ്മദ് അനുയായികളുടെ കയ്യിലുള്ള സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു സൂത്രമാണ്. ഇത് മുമ്പും പലപ്പോഴും ഖുർആനിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവരുടെ കയ്യിലുള്ള ഏറ്റവും വിലപ്പെട്ട, അവരേറ്റവും പ്രിയപ്പെട്ടതായി കരുതുന്ന സമ്പത്തെല്ലാം അള്ളാഹുവിൻ്റെ പേരും പറഞ്ഞ് യുദ്ധ ഫണ്ടിലേക്കും മറ്റും തട്ടിയെടുക്കാൻ വേണ്ടി മുഹമ്മദ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അള്ളാഹുവിന് വേണ്ടി ചിലവഴിച്ചാൽ മാത്രമേ പുണ്യം കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത മുടന്തുള്ള ഒട്ടകത്തിന്, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത സാധനമോ, അല്ലെങ്കിൽ തരിശായി കിടക്കുന്ന ഭൂമി, ഇതൊന്നും ദാനം ചെയ്തിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ദാനം ചെയ്യണം എന്ന ആവശ്യം മുഹമ്മദ് അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആയത്തിറങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ അവരുടെ കയ്യിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, ഒരാൾ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റോമക്കാരിയായ അടിമപ്പെണ്ണിനെ ഉടനെ തന്നെ മോചിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. വേറൊരാൾ അയാളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് ദാനം ചെയ്യാൻ തയ്യാറായി വന്നു. അപ്പോൾ അത് സ്വന്തം മക്കൾക്ക് തന്നെ കൊടുത്താളാ എന്ന് പറഞ്ഞ് നബി അവർക്ക് തന്നെ കൊടുപ്പിച്ചു. പിന്നെ സെയ്ദ് ബിൻ ഹാരിസ് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുതിരേനെ ദാനം ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ മുഹമ്മദ് അതിന് വാങ്ങിയിട്ട് അവൻ്റെ മകന് തന്നെ കൊടുത്തു എന്നൊക്കെ പറയുന്ന കുറേ കഥകൾ അനുബന്ധമായിട്ട് തഫ്സീറുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട സാധനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതെല്ലാം മുഹമ്മദിൻ്റെ ഒരു തന്ത്രമായിരുന്നു, അവരുടെ കയ്യിലുള്ള വിലപ്പെട്ട സമ്പത്ത് അടിച്ചു മാറ്റാനുള്ളത്. 93, എല്ലാ ആഹാര പദാർത്ഥവും ഇസ്രായേൽ സന്തതികൾക്ക് അനുവദനീയമായിരുന്നു. തൗറാത്ത് അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പായി ഇസ്രായേൽ തൻ്റെ കാര്യത്തിൽ നിഷിദ്ധമാക്കിയതൊഴികെ. പറയുക, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ തൗറാത്ത് കൊണ്ടുവന്നു അതൊന്ന് വായിച്ച് കേൾപ്പിക്കുക. 94, എന്നിട്ട് അതിന് ശേഷവും അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചവരാരോ അവർ തന്നെയാകുന്നു അക്രമികൾ. ഇതിൻ്റെ സന്ദർഭം വളരെ രസകരമാണ്. മുഹമ്മദിന് മദീനയിൽ നല്ല യമണ്ടൻ പണി ജൂതന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു സന്ദർഭത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇസ്ലാമിൻ്റെ ചരിത്രകാരന്മാരും ഖുർആൻ്റെ വ്യാഖ്യാതാക്കളും നമ്മളുടെ മുമ്പിൽ ഒരുപാട് സത്യങ്ങൾ മറച്ചു വെക്കുകയും നുണ പറയുകയും ചെയ്യുന്നു എന്നുള്ളത് ഇതിൻ്റെ സന്ദർഭങ്ങൾ മൊത്തം വായിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാവും. വരികൾക്കിടയിൽ നിന്ന് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. ആ സംഭവിച്ചതിൽ മുഹമ്മദിന് വന്നിട്ടുള്ള നാണക്കേടും മുഹമ്മദിൻ്റെ കൂടെ അനുയായികളായി വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ വിശ്വാസം നഷ്ടപ്പെട്ട് തിരിച്ചു പോവാൻ ഇടയായതും ഒക്കെ ഇതിൻ്റെ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഇബ്രാഹിം നബിയുടെ മാർഗത്തിൽ തന്നെയാണ് ഞാനുള്ളത്, ഇബ്രാഹിമിൻ്റെ മതം തന്നെയാണ് എൻ്റെയും മതം എന്ന് മുഹമ്മദ് ജൂതന്മാരുടെ മുമ്പിൽ അവകാശവാദം ഉന്നയിച്ചു. അപ്പോൾ ജൂതന്മാർ മുഹമ്മദിനിട്ട് നല്ലൊരു പണി കൊടുത്തു. ജൂതന്മാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം നബിയുടെ മതത്തിൽ നിഷിദ്ധമായിട്ടുള്ള ആഹാര സാധനങ്ങളൊക്കെ നിങ്ങൾ ഹലാലാക്കി കഴിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഒട്ടകത്തിൻ്റെ ഇറച്ചിയും ഒട്ടകത്തിൻ്റെ പാലും മുയലിൻ്റെ ഇറച്ചിയൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. അതെല്ലാം ഞങ്ങളുടെ മതത്തിൽ നിഷിദ്ധമാണല്ലോ. അപ്പോൾ നിങ്ങളെ ശരീഅത്തും ഞങ്ങളെ ശരീഅത്തും എങ്ങനെയാണ് ഒന്നാവുക എന്ന് ജൂതന്മാർ ചോദിച്ചു. അത് ചോദിച്ചപ്പോൾ മുഹമ്മദിന് യഥാർത്ഥത്തിൽ ജൂതന്മാരുടെ ഈ ആഹാരത്തെക്കുറിച്ച്, അവരുടെ ഹലാലും ഹറാമും എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വലിയ വ്യക്തമായ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് തൗറാത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. നിങ്ങൾ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ അത് തൗറാത്തിൽ കാണിക്കുക എന്ന് പറഞ്ഞു. അവർ തൗറാത്ത് കൊണ്ടുവന്നു. തൗറാത്തിൽ വായിച്ച് കാണിച്ചു കൊടുത്തു. തൗറാത്തിലുണ്ട്, ഇന്നുമുണ്ട്. ഒരു സ്ഥലത്തല്ല, ഒന്നിലധികം സ്ഥലത്ത് തൗറാത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ
പറഞ്ഞിട്ടുണ്ട് ഒട്ടകത്തിൻ്റെ ഇറച്ചി തിന്നാൻ പാടില്ല, ഒട്ടകത്തിൻ്റെ പാല് കുടിക്കാൻ പാടില്ല, നഖമുള്ള ജന്തുക്കളെ തിന്നാൻ പാടില്ല, മുയലിൻ്റെ ഇറച്ചി തിന്നാൻ പാടില്ല എന്ന് പറയുന്ന വാക്യങ്ങൾ ഇന്നും ബൈബിളിൽ കാണാം. അത് ജൂതന്മാർ കൊണ്ടുവന്ന് വായിച്ച് കേൾപ്പിച്ചു. അതോടുകൂടി മുഹമ്മദ് നാണം കെട്ടു. അപ്പോൾ മുഹമ്മദ് ഓരോരോ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞു, അവർ നുണ പറഞ്ഞതാണ്, അത് യഥാർത്ഥത്തിലുള്ളതല്ല, അത് അവർ കൂട്ടിച്ചേർത്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ബബ്ബെ അടിച്ചു. അത് കേട്ട് ജൂതന്മാർ നല്ല പോലെ പരിഹസിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ മുർത്തദായി പോയി എന്നാണ് ഇതിൻ്റെ മൊത്തം സന്ദർഭവും ഇതിൻ്റെ തഫ്സീറുകൾ മൊത്തവും വായിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ഇന്നത്തെ തഫ്സീറുകാർ ആ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് ജൂതന്മാർക്ക് തൗറാത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നും തൗറാത്തിൽ അവരത് കാണിച്ചില്ല എന്നും അങ്ങനെ അവർ നാണം കെട്ടു എന്നൊക്കെ നുണ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ തൗറാത്തിൽ ഇന്നും ആ സാധനം ഉണ്ട് എന്നതുകൊണ്ട് തന്നെ തൗറാത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യവും തൗറാത്ത് വായിച്ച് അവർ കേൾപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാണ്. തുടർന്ന് വരുന്ന ജൂതന്മാർക്കെതിരായിട്ടുള്ള ശാപവാക്യങ്ങളും ജൂതന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പിന്നീട് വരുന്ന വാക്യങ്ങളും എല്ലാം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുഹമ്മദ് ശരിക്കും ജൂതന്മാരുടെ മുമ്പിൽ നാണം കെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാണ്. വാഹിദിയുടെ തഫ്സീറിൽ ഇതിൻ്റെ സന്ദർഭമായിട്ട് പറയുന്നത്, ദിസ് വാസ് റിവീൽഡ് വെൻ ദ പ്രോഫറ്റ് said, "We follow the religion of Abraham." The Jews responded to this by saying, "How can this be so when you eat the meat of camels and drink their milk?" He said, "That was lawful for Abraham, and so we make it lawful too." The Jews said, "Everything that we make for unlawful today was unlawful to Noah and Abraham and so on and so forth until our time." To refute them, Allah revealed this verse. അങ്ങനെയാണ് അള്ളാഹു അവരോട് എന്നാൽ നിങ്ങൾ തൗറാത്ത് കൊണ്ടുവന്ന് വായിച്ച് കേൾപ്പിക്കൂ എന്ന് പറഞ്ഞ് അവർ തൗറാത്ത് കൊണ്ടുവന്ന് വായിച്ച് കേൾപ്പിച്ചു. തൗറാത്തിലുള്ള സാധനം ഞാൻ കാണിച്ചു തരാം. ആവർത്തന പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൽ, മ്ലേച്ഛമായതൊന്നിനെയും നീ തിന്നരുത്, നിങ്ങൾക്ക് തിന്നാകുന്ന മൃഗങ്ങളാവിത് കാള, ചെമ്മരിയാട്, കോലാട്, കലമാൻ, പുള്ളിമാൻ, കടമാൻ, കാട്ടാട്, ചെറുമാൻ, മലയാട്, കവരിമാൻ, മൃഗങ്ങളിൽ കുളമ്പ് പിളർന്നതും കുളമ്പ് രണ്ടായി പിരിഞ്ഞതും അയവിറക്കുന്നതുമായ മൃഗത്തെ ഒക്കെയും നിങ്ങൾക്ക് തിന്നാം. എന്നാൽ അയവിറക്കുന്നവയിലും കുളമ്പും പിളർന്നവയിലും തിന്നരുതാത്തവ ഏവയെന്നാൽ ഒട്ടകം, മുയൽ, കുഴിമുയൽ, അവ അയവിറക്കുന്നു എങ്കിലും കുളമ്പ് പിളർന്നവയല്ല, അവ നിങ്ങൾക്ക് അശുദ്ധം. പന്നി, അത് കുളമ്പ് പിളർന്നതെങ്കിലും അയവിറക്കുന്നില്ല, അത് നിങ്ങൾക്ക് അശുദ്ധം. ഇവയുടെ മാംസം തിന്നരുത്, പിണം തൊടുകയും വരുത്. വെള്ളത്തിലുള്ള എല്ലാറ്റിലും ചിറകും ചെതുമ്പലും ഉള്ളതൊക്കെയും നിങ്ങൾക്ക് തിന്നാം, എന്നാൽ ചിറകും ചെതുമ്പലും ഇല്ലാത്തതൊന്നും തിന്നരുത്, അത് നിങ്ങൾക്ക് അശുദ്ധം. അപ്പോൾ ഒട്ടകത്തിൻ്റെ ഇറച്ചിയും പാലും മുയലിൻ്റെ ഇറച്ചിയും തിന്നാൻ പാടില്ല എന്ന് ആവർത്തന പുസ്തകത്തിലെ 14-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല ലേവ്യ പുസ്തകത്തിലും ഇതേ കാര്യം പറയുന്നുണ്ട്. അയവിറക്കുന്നവയിലും കുളമ്പ് പിളർന്നിരിക്കുന്നവയിലും നിങ്ങൾ തിന്നരുതാത്തവ ഇവ. ഒട്ടകം അയവിറക്കുന്നു എങ്കിലും കുളമ്പ് പിളർന്നതല്ലായകൊണ്ട് അത് നിങ്ങൾക്ക് അശുദ്ധം. കുഴിമുയൽ അയവിറക്കുന്നു എങ്കിലും കുളമ്പ് പിളർന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം. മുയൽ അയവിറക്കുന്നു എങ്കിലും കുളമ്പ് പിളർന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം. അപ്പോൾ അവിടെ പറഞ്ഞു തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുന്നത്. ഇപ്പോൾ ഇത് ബൈബിളിൽ ഇന്നും ഉള്ളതാണ്. അപ്പോൾ മുഹമ്മദിൻ്റെ കാലത്തെ ജൂതന്മാരുടെ കയ്യിലുണ്ടായിരുന്ന തൗറാത്തിൽ ഇതുണ്ടായിരുന്നില്ല എന്നാണ് ഇന്ന് ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ നുണ പറയുന്നത്. പിന്നീട് എഴുതി ചേർത്തതാണ്. ആ പറയുന്നതിന് എന്തെങ്കിലും ലോജിക്കുണ്ട്? എന്തിനാണ് തൗറാത്തിൽ അവരുടെ ഭക്ഷണ സാധനങ്ങൾ നിഷിദ്ധമാക്കിയ കാര്യത്തിലൊക്കെ ആവശ്യമില്ലാത്ത മാറ്റം വരുത്തേണ്ട കാര്യം എന്താണ്? എപ്പോഴാണ് മാറ്റം വരുത്തിയത്? അങ്ങനെ മാറ്റം വരുത്തിയതാണെങ്കിൽ ഈ ഒറിജിനൽ കിതാബ് അവിടെ ആരുടെയെങ്കിലുമൊക്കെ കയ്യിലുണ്ടാവില്ലേ? അപ്പോൾ മുഹമ്മദിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പറഞ്ഞു, മുഹമ്മദ് തൗറാത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അവർ തൗറാത്ത് കൊണ്ടുവന്ന് അവർ ഇത് വായിച്ച് കേൾപ്പിച്ചു. മുഹമ്മദ് നാണം കെട്ടു. നാണം കെട്ടപ്പോൾ അതിന് പറഞ്ഞു നിൽക്കാൻ വേണ്ടി പിന്നീടുണ്ടാക്കിയ ഒരു നുണയാണ് തൗറാത്തിൽ അതൊന്നും ഒറിജിനൽ തൗറാത്തിൽ ഇല്ല, അത് പിന്നീട് എഴുതി ചേർത്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില മുട്ടുന്യായങ്ങൾ. അതുകൂടാതെ ഇവിടെ യാക്കൂബിൻ്റെ സ്വന്തം വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയിട്ട് അയാൾ മാത്രമാണ് ഈ ഒട്ടകത്തിൻ്റെ ഇറച്ചിയും പാലും കഴിക്കാതിരുന്നത്. അയാൾക്ക് എന്തോ അസുഖമുള്ളത് കൊണ്ട് അത് പിന്നീട് നിയമമാണെന്ന് തെറ്റിദ്ധരിച്ചതാണ് എന്നൊക്കെയുള്ള കഥകളൊക്കെ പിന്നീട് മുഹമ്മദ് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ
ഖുർആൻ വ്യാഖ്യാതാക്കൾ കുറേ നുണകൾ എഴുതി പിടിപ്പിക്കുകയും ചെയ്തതായിട്ട് കാണാം. യഥാർത്ഥത്തിൽ മുഹമ്മദിന് അറിയില്ലായിരുന്നു തൗറാത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ മുഹമ്മദ് അവരെ തൗറാത്ത് കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പേരിൽ വെല്ലുവിളിച്ചു. അവർ തൗറാത്ത് കൊണ്ടുവന്ന് വായിച്ചതോടുകൂടി മുഹമ്മദ് അവരുടെ മുമ്പിൽ പരാജയപ്പെട്ടു, നാണം കെട്ടു. ആ നാണം കെട്ട സന്ദർഭത്തിൽ പിന്നെ പറഞ്ഞു നിൽക്കാനൊന്നുമില്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ ബബ്ബ അടിച്ച് രക്ഷപ്പെടുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. എന്നിട്ട് അതിന് ശേഷവും അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചവരാരോ അവർ തന്നെയാകുന്നു അക്രമികൾ. അള്ളാഹുവിൻ്റെ പേരിൽ അവർ കള്ളം കെട്ടിച്ചമച്ചു എന്ന് ഒരു നുണ അവരുടെ പേരിൽ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയാണ്. 95 പറയുക, അള്ളാഹു സത്യം പറഞ്ഞിരിക്കുന്നു, ആകയാൽ ശുദ്ധമനസ്കനായ ഇബ്രാഹീമിൻ്റെ മാർഗം നിങ്ങൾ പിന്തുടരുക. അദ്ദേഹം ബഹുദൈവാരാധകരുടെ കൂട്ടത്തിലായിരുന്നില്ല. ജൂതന്മാരുടെ മുമ്പിൽ ശരിക്കും നാണം കെട്ട സമയത്ത് പിന്നെ മുഹമ്മദ് താൻ പിടിച്ച മുയലിന് 3 ചെവി എന്ന മട്ടിൽ പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. ഇബ്രാഹീമിൻ്റെ മതത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല, അത് ഇവർ നുണ പറഞ്ഞതാണ്, അവർ കൂട്ടിച്ചേർത്തതാണ്, അവർ യഥാർത്ഥ തൗറാത്തല്ല കൊണ്ടുവന്നിട്ടുള്ളത്, അതിനകത്ത് വ്യാജമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇബ്രാഹീമിൻ്റെ മതത്തിൽ ഉറച്ചു നിൽക്കുക. ഇബ്രാഹീമിൻ്റെ മതത്തിൽ ഒട്ടകത്തിൻ്റെ ഇറച്ചി തിന്നാം, മുയലിൻ്റെ ഇറച്ചി തിന്നാം, ഒട്ടകത്തിൻ്റെ പാല് കുടിക്കാം, അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ് മുഹമ്മദ് ഇവിടെ ചെയ്യുന്നത്. 96 തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം ബക്കയിലുള്ളതത്രേ, അനുഗ്രഹീതമായതും ലോകർക്ക് മാർഗദർശകമായതും. 97 അതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ. ഇബ്രാഹിം നിന്ന സ്ഥലമുണ്ട്, ആർ അവിടെ പ്രവേശിക്കുന്നുവോ അവൻ നിർഭയനായിരിക്കുന്നതാണ്. ആ മന്ദിരത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ അതിലേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്തൽ അവർക്ക് അള്ളാഹുവോടുള്ള ബാധ്യതയാകുന്നു. വല്ലവനും അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു ലോകരെ ആശ്രയിക്കാത്തവനാകുന്നു. ഇവിടെ യഹൂദന്മാരെ കയ്യിൽ നിന്ന് കിട്ടിയ മറ്റൊരു പണിയാണ് മുഹമ്മദിൻ്റെ ഈ തുഗ്ലക്ക് പരിഷ്കാരം പോലെയുള്ള കിബില മാറ്റം. കിബില ആദ്യം മുഹമ്മദ് ജെറൂസലേം ആയിരുന്നു നിസ്കരിക്കാനായിട്ട് ദിശയായിട്ട് ഉപയോഗിച്ചിരുന്നത്. അത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും പാട്ടിലാക്കാൻ കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി മുഹമ്മദ് തുടങ്ങിയതായിരുന്നു. എന്ന് മാത്രമല്ല, ജൂതമതത്തിലെയും ക്രിസ്തു മതത്തിലെയും ഒക്കെ വിശ്വാസം അനുസരിച്ച് എല്ലാ മതങ്ങളുടെയും ഉത്ഭവസ്ഥാനവും എല്ലാ ആരാധനയുടെയും കേന്ദ്രസ്ഥാനവും ജെറൂസലേമാണ്. അപ്പോൾ ആ കഥ പറഞ്ഞ് അത് ഞാനും അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് രംഗത്ത് വരുന്നത്. അതനുസരിച്ച് ജെറൂസലേമിനെ തന്നെ ആരാധനയുടെ കേന്ദ്രമാക്കിക്കൊണ്ട് മുഹമ്മദ് നിസ്കാരം തുടങ്ങി. പക്ഷേ ജൂതന്മാരെ കയ്യിൽ നിന്നും ക്രിസ്ത്യാനികളുടെ കയ്യിൽ നിന്നും അപ്രതീക്ഷിതമായ പണി കിട്ടുകയും അവരൊരിക്കലും തൻ്റെ മതത്തിൽ വിശ്വസിക്കാനോ താൻ പറയുന്നത് അംഗീകരിക്കാനോ തയ്യാറാവില്ല എന്ന് ഉറപ്പാവുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് മുഹമ്മദ് നിസ്കാരത്തിൻ്റെ ദിശ മാറ്റിയിട്ട് മുഹമ്മദിന് പിന്നെ രണ്ടാമത്തെ പ്രിഫറൻസായിട്ട് മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് മുഹമ്മദിൻ്റെ പേഗൻ ക്ഷേത്രമായ കഅബയാണ്, മക്കയിലെ കഅബ. ആ കഅബയുടെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കാൻ തുടങ്ങി. അതോടുകൂടി ജൂതന്മാർ നന്നായിട്ട് പരിഹസിക്കാൻ തുടങ്ങി. മുഹമ്മദിൻ്റെ തുഗ്ലക്ക് പരിഷ്കാരത്തെ അവർ കണക്കിന് കളിയാക്കി. ആ കളിയാക്കലിന് പിന്നീട് മുഹമ്മദ് ഒരു ന്യായം കണ്ടെത്താൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയ മറ്റൊരു യമണ്ടൻ നുണക്കഥയാണ് ഇബ്രാഹീമിൻ്റെ കഥയെ കൊണ്ടുവന്നിട്ട് ഈ മക്കയിലെ കഅബയുമായിട്ട് കൂട്ടിക്കെട്ടുക എന്നുള്ളത്. അതിനു മുമ്പ് മുഹമ്മദ് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, മുഹമ്മദ് ആദ്യം ഖുർആനിലൂടെ പറഞ്ഞത് മക്കയിൽ ഒരു താക്കീതുകാരനോ റസൂലോ ഇതിനു മുമ്പ് വന്നിട്ടേയില്ല, തൗഹീദിൻ്റെ സന്ദേശവും കൊണ്ട് ആദ്യമായിട്ട് വരുന്ന ആൾ ഞാനാണ് എന്നാണ് മുഹമ്മദ് മക്കയിൽ ആയത്തിറക്കി പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പറഞ്ഞതിന് നേരെ വിരുദ്ധമാണെന്ന് മാത്രമല്ല, ആ പറഞ്ഞതിൻ്റെ മർമ്മത്തിന് തന്നെ വിരുദ്ധമാണ് ഈ ഇബ്രാഹിമിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് കഅബ സ്ഥാപിച്ചത് ഇബ്രാഹിമാണ് എന്ന കഥയിലൂടെ മുഹമ്മദ് അവതരിപ്പിക്കുന്നത്. ഇവിടെ കഅബ സ്ഥാപിച്ചത് ഇബ്രാഹിമാണ് എന്ന കഥയിൽ നിൽക്കുന്നില്ല ഇസ്ലാമിൻ്റെ ആളുകൾ. പകരം ഇബ്രാഹിം കഅബ സ്ഥാപിക്കുകയല്ല ചെയ്തത്, കഅബ അതിനു മുമ്പുണ്ടായിരുന്നുവെന്നും ആദൻ നബിയുടെ കാലത്ത് തന്നെ കഅബ ഉണ്ടായിരുന്നുവെന്നും ആദൻ നബീനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു മലക്കുകളെ ഉപയോഗിച്ചിട്ട് കഅബ അവിടെ പണിതു വെച്ചിരുന്നുവെന്നും അങ്ങനെ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ആരാധനയുടെ കേന്ദ്രമായിട്ട് അള്ളാഹു നിശ്ചയിച്ച സ്ഥലമാണ് മക്കയിലെ കഅബ എന്നൊക്കെയുള്ള കഥകൾ പിന്നീട് നബി പറഞ്ഞു കൊടുത്തതാണോ അതോ നബിയുടെ കാലശേഷം അനുയായികൾ പടച്ചുണ്ടാക്കിയ നുണകളാണോ എന്നറിയില്ല. അങ്ങനെയുള്ള ഒരുപാട് കെട്ടുകഥകൾ
ഇതിനെ തുടർന്ന് വരുന്നുണ്ട്. അത്രയും പ്രാധാന്യമുള്ള പടച്ചോൻ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്രമായിട്ട് മക്കയിലെ കഅബ തീരുമാനിക്കുകയും അവിടെ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മക്കയിൽ വന്നിട്ട് ഇവിടേക്കൊരു താക്കീതുകാരൻ വന്നിട്ടില്ല, ഇവിടെ തൗഹീദിൻ്റെ ആളും വന്നിട്ടില്ല എന്ന് മുഹമ്മദ് പറഞ്ഞത് അതിൽ പരം ഒരു മണ്ടത്തരം വേറെ എന്താ ഉള്ളത്? അതിൽ പരം വൈരുദ്ധ്യം വേറെ എന്താ ഉള്ളത്? അപ്പോൾ ആ മണ്ടത്തരം പറയുമ്പോൾ മുഹമ്മദിൻ്റെ മനസ്സിൽ ഈ കഥയൊന്നുമില്ല. അപ്പോൾ ഇബ്രാഹിമാണ് കഅബ ഉണ്ടാക്കിയത് എന്നുള്ള കഥയിലേക്കൊന്നും മുഹമ്മദ് ചിന്തിച്ചിട്ടില്ല. പിന്നീട് ജൂതന്മാരും ക്രിസ്ത്യാനികളും പിണങ്ങിപ്പോവുകയും ജെറൂസലേമിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നിസ്കാരം തുടരേണ്ടതില്ല എന്ന് മുഹമ്മദിന് തോന്നുകയും ചെയ്ത സമയത്ത് കഅബയിലേക്ക് തിരിക്കാൻ വേണ്ടി മുഹമ്മദ് പിന്നീട് അതുവരെ പറഞ്ഞ കഥയിൽ നിന്ന് പൂർണ്ണമായി പിന്തിരിയാൻ പറ്റാത്തതുകൊണ്ട് ആ കഥയെ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കെട്ടുന്ന കുറേ നുണകൾ പറഞ്ഞുണ്ടാക്കി എന്നുള്ളതാണ് വാസ്തവം. ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു കഥാപാത്രം ജീവിച്ചിരുന്നോ ഇല്ലേ എന്നുള്ളത്, ചരിത്രപരമായി ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ മാറ്റി വെച്ചാൽ ഇനി അങ്ങനെ ഒരു കഥ നടന്നു എന്ന് വിചാരിച്ചാൽ പോലും ഈ ഇബ്രാഹിമിൻ്റെ കഥയിൽ ഒരിക്കൽ പോലും ഇബ്രാഹിം ഈ ആയിരക്കണക്കിന് കിലോമീറ്റർ ഈ വരണ്ട മരുഭൂമിയിലൂടെ തെക്കോട്ട് സഞ്ചരിച്ച് മക്കയിൽ വന്നിട്ട് അവിടെ അമ്പലം പണിത് പോകേണ്ട യാതൊരു സാഹചര്യവും. ഇനി ആദം നബിയുടെ കാലത്തെ അവിടെ കഅബ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇബ്രാഹിം നബി അത് വന്നിട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതിന് പറയുന്ന ന്യായം വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത്, നോഹ് നബിയുടെ കാലത്ത് ഭൂമിയിലാകെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഈ കഅബ അള്ളാഹു ആകാശത്തേക്ക് പൊന്തിച്ചു കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ വെള്ളപ്പൊക്കമൊക്കെ പോയതിന് ശേഷം ഇബ്രാഹിമിൻ്റെ കാലത്ത് ഇബ്രാഹിമിൻ്റെ സഹായത്തോടു കൂടി അവിടെ പുനഃസ്ഥാപിച്ചു എന്നൊക്കെയാണ്. ഇങ്ങനെ ഒരുപാട് നുണക്കഥകൾ. ഇതൊക്കെ മുഹമ്മദ് പറഞ്ഞതാണോ മുഹമ്മദിന് ശേഷം കെട്ടിയുണ്ടാക്കിയതാണോ എന്നറിയില്ല. എന്തായാലും ഈ കഅബയും മക്കയിലെ പാഗൻസിൻ്റെ വിഗ്രഹാരാധനയും ഇസ്ലാമിൻ്റെ തൗഹീദുമായി കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് മുഹമ്മദ് കുറേ നുണകൾ പറഞ്ഞു. മുഹമ്മദ് പറഞ്ഞതിനേക്കാൾ 1000 ഇരട്ടി നുണകൾ പിന്നീട് അനുയായികൾ കൂട്ടിച്ചേർത്തുണ്ടാക്കി. അങ്ങനെയാണ് ഈ ഇബ്രാഹിമിൻ്റെ കഅബ നിർമ്മാണവും പോലെയുള്ള കള്ളക്കഥ ഇസ്ലാമിൻ്റെ ഭാഗമായി മാറിയത് എന്നാണ് ഇത് മൊത്തം വായിച്ചപ്പോൾ വരികൾക്കിടയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. 96. തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം ബക്കായിലുള്ളതത്രേ, അനുഗ്രഹീതമായും ലോകർക്ക് മാർഗദർശകമായും. ഇവിടെ ബക്ക എന്ന് പറഞ്ഞത് മക്കയാണ് എന്നൊക്കെയാണ് വ്യാഖ്യാനം. എന്തിനാണ് ഈ മക്കയെ ബക്ക എന്നാക്കി പറഞ്ഞത് എന്നറിയില്ല. മര്യാദക്ക് മക്ക എന്ന് പറഞ്ഞാൽ പോരെ മക്കയാണെങ്കിൽ. അങ്ങനെ ഒന്നാമത്തെ ആരാധനാ മന്ദിരം അതാണ് എന്നാണ്. ഇതൊക്കെ ചരിത്രവുമായിട്ടോ വസ്തുതകളുമായിട്ടോ ഏതെങ്കിലും തരത്തിൽ യോജിച്ചു പോകുന്ന കാര്യങ്ങളാണോ? മനുഷ്യർ നാഗരിക ജീവിതം ആരംഭിച്ചത് നദീതടങ്ങളിലാണ് എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. അത് മെസപ്പൊട്ടാമിയയിലായാലും ഈജിപ്തിലെ നൈൽ നദീതടത്തിലായാലും നമ്മുടെ സിന്ധു ഗംഗാതടത്തിലായാലും ഇവിടെയൊക്കെയാണ് മനുഷ്യർ ആദ്യകാലത്ത് ജീവിതം ആരംഭിക്കുന്നത്, സംസ്കാരങ്ങൾ കെട്ടിപ്പൊക്കുന്നത്. അവിടെയാണ് ദൈവങ്ങളും ക്ഷേത്രങ്ങളും ആരാധനയും ഒക്കെ ഉണ്ടാവുന്നത്, കഥകളെല്ലാം ഉണ്ടാവുന്നത്. ഈ വരണ്ട മരുഭൂമിയിലെ ഈ മക്ക എന്ന് പറയുന്ന പ്രദേശത്ത് മനുഷ്യവാസം ആരംഭിക്കുന്നതൊക്കെ പിന്നെ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ്. നമുക്ക് സാമാന്യ യുക്തി ഉപയോഗിച്ച് ആലോചിച്ചാൽ തന്നെ അറിയാം, വെള്ളം പോലും കിട്ടാത്ത, ഒരു പുഴയില്ലാത്ത, അല്ലെങ്കിൽ കൃഷിക്ക് പോലും യോജിക്കാത്ത ഒരു സ്ഥലത്ത് മനുഷ്യർ വന്നിട്ട് ഒരു പട്ടണം പണിത് അവിടെ ആരാധന തുടങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്തൊന്നും ചരിത്രപരമായ ഒരു വസ്തുതയുമില്ല. അവിടെയൊക്കെ മനുഷ്യർ വാസം തുടങ്ങുന്നത് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ്. ബാബിലോണിയൻ നാഗരികതയൊക്കെ വികസിച്ച്, ഈജിപ്ഷ്യൻ നാഗരികതയൊക്കെ വികസിച്ച് അവിടെ നിന്നൊക്കെ ആളുകൾ പല ഭാഗത്തേക്കും സ്കാറ്റർ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ആളുകൾ അവിടെ വന്ന് അവിടെ വെള്ളം കിട്ടുന്ന ചില സ്ഥലങ്ങളിൽ താമസമാക്കുകയും അപ്പുറത്തുപ്പുറത്തൊക്കെ കൃഷി ചെയ്യുകയും ചില ആളുകൾ അവിടെ കച്ചവടത്തിനും മറ്റും അവിടെ ഒരു താവളമായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശം മാത്രമായിരുന്നു ഈ മക്ക. അതിനെയാണ് ലോകത്തിൻ്റെ ആദ്യത്തെ പട്ടണമായിട്ടും ലോകത്തിൻ്റെ ആദ്യത്തെ ആരാധനാ കേന്ദ്രമായിട്ടൊക്കെ ഇസ്ലാം ചിത്രീകരിക്കുന്നത്. ചരിത്ര വസ്തുതകളുമായി പുലബന്ധമില്ലാത്ത നുണക്കഥകളാണിത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 97. അതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഇബ്രാഹിം നബി നിന്ന സ്ഥലമുണ്ട്. ആർ അവിടെ പ്രവേശിക്കുന്നുവോ അവൻ നിർഭയനായിരിക്കുന്നതാണ്. ആ മന്ദിരത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ അതിലേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്തൽ അവർക്ക് അള്ളാഹുവോടുള്ള ബാധ്യതയാകുന്നു. വല്ലവനും അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു ലോകരെ ആശ്രയിക്കാത്തവനാകുന്നു. ഈ കഅബ കേന്ദ്രീകരിച്ചുള്ള ഹജ്ജ് എന്ന് പറയുന്ന കർമ്മമൊക്കെ മക്കയിലും പരിസരത്തും ഉണ്ടായിരുന്ന പേഗൻ അറബികളുടെ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നതാണ്. മാത്രമല്ല ഈ ക്യൂബ് ആകൃതിയിലുള്ള കഅബയുടെ ആകൃതിയിലുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് മക്കയിൽ മാത്രമുള്ളൊരു സംഭവമല്ല. അറേബ്യയിൽ പല സ്ഥലത്തും അതുപോലുള്ള ക്യൂബ് ആകൃതിയിലുള്ള ക്ഷേത്രങ്ങളുണ്ടായിരുന്നു.
അവിടെ തന്നെ പൊളിയാണ് ഈ വാദം. അള്ളാഹു എന്ന് പറയുന്ന പടച്ചോൻ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് ആരാധനയ്ക്ക് വേണ്ടി ആദ്യം ഉണ്ടാക്കിയ സാധനം കഅബ എന്നൊക്കെ പറയുന്നത് അവിടെ പൊളിയാണ്. കാരണം മക്കയിലെ പേഗൻസിൻ്റെ ക്ഷേത്ര നിർമ്മാണ രീതി അനുസരിച്ചാണ് ഈ ക്യൂബ് ആകൃതിയിലുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കി അതിന് ചുറ്റും, അതിൻ്റെ പുറത്ത് അതിന് ചുറ്റും വിഗ്രഹങ്ങൾ വെച്ച് അവിടെ തവാഫ് ചെയ്യുക, ബലി നടത്തുക തുടങ്ങിയിട്ടുള്ള ആചാരങ്ങൾ പേഗൻസിൻ്റെ ആചാരങ്ങളാണ്. അത് മക്കയിൽ മാത്രമല്ല, അതേപോലെയുള്ള കഅബകൾ അറേബ്യയുടെ മറ്റ് പല ഭാഗങ്ങളിലുണ്ടായിരുന്നു, യമനിലുണ്ടായിരുന്നു, അതുപോലെ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. അത് അന്നത്തെ അറബികളുടെ, പേഗൻ അറബികളുടെ ഒരു രീതിയാണ്. അതനുസരിച്ച് അവരുണ്ടാക്കിയതാണ്. അവരവിടെ ഹജ്ജ് നടത്തിയിരുന്നത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഗോത്രങ്ങളുടെയും ഗോത്ര ദൈവങ്ങളെ ഒരുമിച്ച് വെച്ചുകൊണ്ട് വിഗ്രഹാരാധനയുടെ ഭാഗമായിട്ടാണ് അവർ ഹജ്ജ് നടത്തിക്കൊണ്ടിരുന്നത്. അതല്ലാതെ അവിടെ ഇബ്രാഹീമിൻ്റെ കഥയോ അതല്ലെങ്കിൽ ഈ സെമിറ്റിക് മതങ്ങളുടെ കഥയോ ഒന്നും ഈ കഅബയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവ. ഇനി ഏതെങ്കിലും തരത്തിൽ അങ്ങനെ വല്ല ഊഹാപോഹങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത കെട്ടുകഥ മാത്രമാണ് എന്നും വ്യക്തമാണ്. കഅബയിൽ നിർഭയരായി പോകാം എന്നൊക്കെ ഉള്ളത് അന്നത്തെ അറബികളുടെ ഗോത്രമര്യാദയാണ്. 4 പുണ്യമാസങ്ങൾ അങ്ങോട്ട് തീർത്ഥാടനം പോകുന്ന സമയത്ത് കൊള്ളയടിക്കാൻ പാടില്ല, അതുപോലെ ആ കഅബയുടെ പരിസരത്ത് വേട്ടയാടാൻ പാടില്ല, അവിടെ അക്രമം പാടില്ല, ചോര ചിന്താൻ പാടില്ല തുടങ്ങിയിട്ടുള്ള ഗോത്രമര്യാദകളും ചട്ടങ്ങളും ഒക്കെ അവർ പാലിച്ചു വന്നിരുന്നതാണ്. ആ ചട്ടങ്ങളെല്ലാം പിന്നീട് മുഹമ്മദ് നിർദാക്ഷിണ്യം ലംഘിക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അവിടെ ചോര ചിന്തുക വരെ ചെയ്തു. ആ കഅബയിൽ ഒളിച്ചിരിക്കുന്നവരെ വരെ പിടിച്ച് കൊല്ലാൻ മുഹമ്മദ് ഉത്തരവിടുന്നതൊക്കെ നമ്മൾ മക്ക വിജയത്തിൻ്റെ സമയത്തൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ലംഘിച്ച ആളുകൂടിയാണ് മുഹമ്മദ്. അന്നത്തെ നാട്ടുമര്യാദ അനുസരിച്ച് എല്ലാ മര്യാദകളെയും ലംഘിച്ചുകൊണ്ട് അവിടെ എല്ലാതരം വൃത്തികേടുകൾക്കും നേതൃത്വം കൊടുത്തയാളാണ് ശരിക്ക് മുഹമ്മദ് എന്നാണ് മുഹമ്മദിൻ്റെ ചരിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ ഹജ്ജ് എന്ന ഈ ഏർപ്പാട് അറേബ്യയിലെ പാഗൻസിൻ്റെ വിഗ്രഹാരാധന അതേപടി മുഹമ്മദ് എടുത്തു പകർത്തിയതാണ്. കാരണം മുഹമ്മദിൻ്റെ മനസ്സിൽ നിന്ന് ഈ വിഗ്രഹാരാധനയുടെയും അവിടുത്തെ സിർക്കിൻ്റെയും ഹാങ് ഓവർ വിട്ടുപോയിരുന്നില്ല. മുഹമ്മദിൻ്റെ പ്രതീക്ഷ മുഴുവൻ ജൂതന്മാരിലും ക്രിസ്ത്യാനികളിലുമായിരുന്നു. അവരുടെ മതവുമായിട്ട് കൂട്ടിച്ചേർത്ത് ഒന്നിച്ചാണ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ പൂർണ്ണമായി ഉപേക്ഷിച്ച് ആ വഴിക്ക് പോകാമെന്നാണ് മുഹമ്മദ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവരതിന് കിട്ടാതെ വന്നപ്പോൾ പിന്നീട് മുഹമ്മദിന് പഴയ പേഗൻസിൻ്റെ വിഗ്രഹാരാധനയെ തന്നെ അവലംബിക്കേണ്ടി വന്നു. അങ്ങനെയാണ് മുഹമ്മദ് കഅബയിലേക്കും ഹജ്ജിലേക്കും വിഗ്രഹാരാധനയിലേക്കും മൂക്കുകുത്തുന്നത്. കാരണം യാതൊരു വ്യക്തതയും മുഹമ്മദിന് തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടായിരുന്നില്ല. ഓരോ സന്ദർഭത്തിനനുസരിച്ച് മനസ്സിൽ രൂപപ്പെടുന്ന ആശയങ്ങളനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു അവിയൽ പോലൊരു സാധനമായിട്ടാണ് ഇസ്ലാം രൂപീകരിച്ചിട്ടുള്ളത്. ആ വൈരുദ്ധ്യം തന്നെയാണ് ഇന്നും ഇസ്ലാമിൻ്റെ അനുയായികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും. ഈ ഹജ്ജ് അല്ലാത്ത സമയത്ത് നടക്കുന്ന ഉംറയും ഇതിനെക്കുറിച്ച് ഒരുപാട് ഹദീസുകളും വിശദീകരണങ്ങളും ഇതിൻ്റെ അനുബന്ധമായിട്ട് തഫ്സീറുകളിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറയിൽ നിന്നുള്ള ഒരു ഹദീസ് ഇതാ അമാനി മൗലവി ഉദ്ധരിച്ചിരിക്കുന്നു. ഒരാൾ ഹജ്ജ് ചെയ്യുകയും അതിൽ സ്ത്രീ സല്ലാപമോ തോന്നിവാസമോ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസത്തിലെന്ന പോലെ പാപരഹിതനായി അയാൾ മടങ്ങുന്നതാണ്. ബുഖാരി, മുസ്ലിം. അദ്ദേഹം തന്നെ ഉദ്ധരിച്ച വേറൊരു നബിവചനത്തിൻ്റെ സാരം, ഒരു ഉംറ അടുത്ത ഉംറ വരെയുള്ള പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിരിക്കും. പുണ്യപ്പെട്ട കോട്ടവും പോരായ്മയും ബാധിക്കാത്ത ഹജ്ജാകട്ടെ അതിന് സ്വർഗമല്ലാതെ പ്രതിഫലവുമില്ല. അപ്പോൾ ഒരാൾ ഒരു ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ അതുവരെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപവും കഴുകി അയാൾ ഉമ്മ പ്രസവിച്ച ഒരു പുതിയ കുട്ടിയെ പോലെ ശുദ്ധനാവും എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ ഒരു ഉംറ ചെയ്താൽ അതിൻ്റെ മുമ്പത്തെ ഉംറ മുതൽ ഈ ഉംറ വരെയുള്ള പാപം മുഴുവൻ കഴുകിക്കളയും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാപം ചെയ്യുക, എന്നിട്ട് ഉംറയ്ക്ക് പോവുക, വീണ്ടും പാപം ചെയ്യുക, പിന്നെ ഉംറയ്ക്ക് പോവുക, ജീവിതകാലം മുഴുവൻ പാപം ചെയ്യുക, മരിക്കാൻ കാലത്ത് ഒരു ഹജ്ജിന് പോവുക, ഇതൊക്കെ സ്വർഗം കിട്ടാനുള്ള ചുളുമാർഗമാണ് എന്നാണ് ഈ മതം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു വിശ്വാസ സംഹിത മനുഷ്യരിൽ എന്ത് തരം ധാർമ്മികതയാണ് സൃഷ്ടിക്കുക എന്നുള്ളത് സാമാന്യ യുക്തി ഉപയോഗിച്ച് ആലോചിച്ചാൽ മതി. മനുഷ്യരെ പാപം ചെയ്യാനും തെറ്റുകൾ ചെയ്യാനും പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അന്ധവിശ്വാസമാണ് ഈ പാപം പൊറുക്കൽ എന്ന് പറയുന്ന ഈ ഏർപ്പാട്. അതിന് വേണ്ടിയിട്ട് അവിടെ മൃഗങ്ങളെ ബലിയർപ്പിക്കുക, മൊട്ടയടിക്കുക, തവാഫ് ചെയ്യുക, കല്ലെടുത്തെറിയുക തുടങ്ങിയിട്ടുള്ള തനി വിഗ്രഹാരാധനാപരമായ കുറേ കർമ്മങ്ങൾ ചെയ്താൽ മതി എന്നാണ്
ഈ മതം പഠിപ്പിക്കുന്നത്. പറയുക, വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്നത്? നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെല്ലാം അള്ളാഹു സാക്ഷിയാകുന്നു. വേദക്കാരെ അള്ളാഹുവിൻ്റെ വചനങ്ങൾ നിഷേധിക്കാനുള്ള കാരണം, വേദക്കാരുടെ മുമ്പിൽ മുഹമ്മദിന് അത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, മുഹമ്മദ് പറയുന്നതെല്ലാം ഉഡായിപ്പാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും മുഹമ്മദിൻ്റെ മുമ്പിലും മുഹമ്മദിൻ്റെ അനുയായികളുടെ മുമ്പിലും തെളിയിക്കാൻ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും സാധിച്ചു എന്നതാണ്. അതുകൊണ്ടാണ് അവർ മുഹമ്മദിൻ്റെ വെളിപാടുകളെ വിശ്വസിക്കാൻ തയ്യാറാവാതിരുന്നത്. അതിന് ഒരു നിവൃത്തിയില്ലാതെ മുഹമ്മദ് പറയുകയാണ്, വേദക്കാരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെല്ലാം അള്ളാഹു സാക്ഷിയാകുന്നു എന്നൊക്കെ വളരെ ദയനീയമായിട്ട് അവരുടെ മുമ്പിൽ യാചിക്കുന്ന പോലെ പറയുകയാണ് ഇവിടെ. വേറെ നിവൃത്തിയില്ല, കാരണം അവരുടെ മുമ്പിൽ മുഹമ്മദ് ഉത്തരം മുട്ടി നാണം കെട്ടുപോയി. പറയുക, വേദക്കാരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അതിനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ എന്തിന് വിശ്വാസികളെ പിന്തിരിപ്പിച്ചു കളയുന്നു? നിങ്ങൾ തന്നെ സാക്ഷികളാണല്ലോ. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റിയൊന്നും അള്ളാഹു അശ്രദ്ധനല്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, ജൂതന്മാരുടെ മുമ്പിൽ ഇങ്ങനെ നാണം കെട്ടതോടുകൂടി മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളെ പിടിച്ചു നിർത്താൻ പാടുപെടുന്നു എന്നതാണ്. ഒരുപാട് വിശ്വാസികൾ മുർത്തദ്ദായി മക്കയിലേക്ക് തിരിച്ചു പോകാനും മുർത്തദ്ദായി ജൂതന്മാരുടെ കൂടെ കൂടാനും ഒക്കെ കാരണമായത് ജൂതന്മാരുമായിട്ടും ക്രിസ്ത്യാനികളുമായിട്ടും മുഹമ്മദ് നടത്തിയ ഈ വാദപ്രതിവാദങ്ങളിൽ മുഹമ്മദിന് നേരിടേണ്ടി വന്ന പരാജയമാണ്. മുഹമ്മദിന് അവരുടെ മുമ്പിൽ സമ്പൂർണ്ണമായി നാണം കെടേണ്ടി വന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ മുഹമ്മദിൻ്റെ പ്രവാചകത്വം ഉഡായിപ്പാണ് എന്ന് മുഹമ്മദിൻ്റെ കൂടെയുള്ളവർക്ക് തന്നെ ബോധ്യപ്പെട്ടു എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ മതം വിട്ടു പോയി എന്നുമാണ് വരികൾക്കിടയിൽ നിന്ന് നമുക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. 100-ാമത്തെ വാക്യം, സത്യവിശ്വാസികളെ, വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ ഒരു വിഭാഗത്തെ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം നിങ്ങൾ വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം അവർ നിങ്ങളെ അവിശ്വാസികളായി മാറ്റിയേക്കും. എത്ര നിസ്സഹായനായിട്ടാണ് അള്ളാഹു ഈ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹുവിൻ്റെ ഒരു വേദഗ്രന്ഥം കൊണ്ട് വന്നിട്ട് മറ്റ് ജൂതന്മാർ ഈ വിശ്വാസികളെ മുഴുവൻ അവിശ്വാസികളാക്കുന്നു എന്ന് പരിദേവനം പറയുകയാണ് അള്ളാഹു. അപ്പോൾ എത്രമാത്രം മുഹമ്മദിൻ്റെ അള്ളാഹുവും ജൂതന്മാരുടെ മുമ്പിൽ നാണം കെട്ടുപോയിട്ടുണ്ട് എന്നും പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്നതും ഇതിൻ്റെ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ഇനിയും ജൂതന്മാരെ എങ്ങനെ ഒരു അർത്ഥവുമില്ലാത്ത രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നും പറയാനില്ലാതെ ഉത്തരം മുട്ടിയ മുഹമ്മദിൻ്റെ അള്ളാഹു. അടുത്ത വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം.